എന്താടി, നീ കിടക്കുന്നില്ലേ? നേരം വെളുക്കാറായി. അവൾ ഇനിയും വന്നിട്ടില്ല. ആര്? എടി ഋതിക ഇനി എത്തിയിട്ടില്ലെന്ന്. ഇനിയും വന്നില്ലേ? ഇല്ലടി. 6 ശ്രീദേവി 4 മണിക്ക് എഴുന്നേറ്റ് ടെറസിൽ പോയി യോഗ ചെയ്യും. 4:30 ആകുമ്പോ 7 ജയന്തി മുറ്റത്തുകൂടി 4-5 റൗണ്ട് ഓടും. അപ്പോഴേക്ക് ഓരോരുത്തരായി എഴുന്നേറ്റ് പുറത്തു വരും. അവരുടെ കണ്ണിലെങ്ങാനും ചെന്ന് പെട്ട മാഡം അറിഞ്ഞ അവൾ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നുള്ള ചിന്ത അവൾക്ക് വേണ്ടേ? മാഡം അറിഞ്ഞ അവളെ മാത്രമല്ല, അവള് മതില് ചാടിയത് മാഡത്തെ അറിയിക്കാതിരുന്നതിന് നമ്മളെയും ചവിട്ടി പുറത്താക്കും. അവള് വരുന്നത് വരെ കാത്തു നിൽക്കണ്ട, ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങിക്കും. മുക്ത അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഈ ഹോസ്റ്റലിലുള്ള നമ്മുടെ താമസം ഇന്നത്തോടെ അവസാനിക്കും. മുക്തയും ഡയാനയും സപ്പോർട്ട് ചെയ്തോണ്ട് മാത്രം എനിക്ക് നിന്റെ കൂടെ വരാൻ കഴിഞ്ഞേ. രാത്രി സമയത്ത് ഇറങ്ങി വരാൻ ഇനി പറയരുത്, ഞാൻ വരില്ല. ഇല്ല, അതിന്റെ പേരിൽ എന്നോട് പിണങ്ങരുത്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നീ കയറി പൊയ്ക്കോ. ഞാൻ പൊയ്ക്കോളാം, നീ പൊയ്ക്കോ. ശരി. നാലെണ്ണം നല്ല ഉറക്കം. എന്തോ ഒരു ശബ്ദം കേട്ടില്ലേ? കേട്ടു. ടോർച്ച് എവിടെ? എന്തോ വന്ന് വീഴുന്ന ശബ്ദം പോലെ എനിക്ക് തോന്നിയത്. ആരെങ്കിലും മതില് ചാടിയാലും അതേ ശബ്ദം തന്നെ കേൾക്ക. വാ. ഇവിടെ ഒന്നും ആരുമില്ല, നമുക്ക് പോയി കിടന്നാലോ? വാ. ഭാഗ്യം, രക്ഷപ്പെട്ടു. എത്ര കാലായി ഈ പരിപാടി തുടങ്ങിയിട്ട്? പരിപാടിയോ? എന്ത് പരിപാടി? രാത്രി മതില് ചാടുന്ന പരിപാടി. അതെന്തിനാ നീ അറിയുന്നേ? സെക്യൂരിറ്റി പണിക്ക് വന്നവള് അത് ചെയ്തോണം, അല്ലാതെ മറ്റുള്ളവരെ ഭരിക്കാൻ പറ്റരുത്. മതില് ചാടുന്നവരെ കൈയോടെ പിടിക്കുന്നത് തന്നെയാ സെക്യൂരിറ്റിയുടെ പണി. അത് തന്നെയാ ഞങ്ങൾ ചെയ്തേ. അതിനാരും മതിലേ അടി? ഞാൻ മതിലേ അടിയിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ ഈ ഇരുട്ടത്ത് പൊന്നുമോൾ എന്തെടുക്കായിരുന്നു? അത് ഞാൻ മോർണിംഗ് വാക്ക്. മോർണിംഗ് വാക്കോ? കള്ളനെ പോലെ ഒളിച്ചിരുന്നിട്ടാണോ നിന്റെ മോർണിംഗ് വാക്ക്? ആരൊളിച്ചിരുന്നു എന്നാ നീ പറയുന്നേ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഋതിക, നീ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. നീ എവിടെയോ പോയിട്ട് തിരിച്ചു വന്നതാണെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. തക്കിട പറഞ്ഞ് തടി തപ്പാനുള്ള ശ്രമമാണെങ്കിൽ നടക്കില്ല. നീ എവിടെ പോയി, എന്തിനു പോയി, ആരോടൊപ്പം പോയി, നീ അത് പറഞ്ഞേ പറ്റൂ. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളൊക്കെ ആരാ? നിങ്ങളും എന്നെ പോലെ ഈ ഹോസ്റ്റലിലെ വെറും താമസക്കാരാ, അല്ലാതെ ഇവിടുത്തെ കെയർടേക്കറോ വാർഡനോ ഒന്നുമല്ല. മാഡത്തിന് നിങ്ങളെയൊക്കെ വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. അതിന്റെ ബലത്തില് എന്നെ ഭരിക്കാൻ പറ്റരുത്. നിന്നെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ആരാന്ന് നീ ചോദിച്ചില്ലേ? ഞങ്ങൾ ഇവിടുത്തെ താമസക്കാര് മാത്രല്ല, ഈ ഒരു ദിവസത്തേക്ക് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാര് കൂടിയാ. അസമയത്ത് സംശയിക്കുന്ന നിലയിൽ ആരെ കണ്ടാലും ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഉത്തരം നൽകേണ്ട ബാധ്യത നിനക്കും ഉണ്ട്. നിങ്ങൾ ചോദ്യം ചോദിക്കോ ഉത്തരം പറയിപ്പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിങ്ങളുടെ വിരട്ടലിൽ നിന്ന് തരാൻ ഋതികയെ കിട്ടില്ല. നമ്മൾ എന്തിനാ ഇവളോട് സംസാരിക്കാൻ നിൽക്കുന്നേ? ചോദിക്കേണ്ടവർ ചോദിച്ചാ ഇവള് മണി പോലെ മറുപടി പറഞ്ഞോളൂ. നിങ്ങൾ വാ, നമുക്ക് മാഡത്തിനെ അറിയിക്കാം. പറഞ്ഞോ, എനിക്കൊരു പേടിയുമില്ല.
ഞാൻ മതില് ചാടുന്നത് നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞാ നിങ്ങൾ കള്ളം പറയാണെന്ന് ഞാനും പറയും. ഞാൻ മതില് ചാടിയതിന് നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഞാൻ മതില് ചാടുന്ന ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഇതിലും വലിയ തരികിടയൊക്കെ ഈ ഋതിക കാണിച്ചിട്ടുണ്ട്. ഇതുവരെ എവിടെയും സമാധാനം ബോധിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ല എന്നൊന്നും അല്ല. ഇതുപോലെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആടിനെ പട്ടിയാക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളൊരു പുല്ലും ചെയ്യില്ല. നിക്കടി അവിടെ. നീ എവിടെയായി പോകുന്നേ? ഞങ്ങൾക്ക് എന്തെങ്കിലും പുല്ല് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ജെനിഫർ, നീ പോയി മാഡത്തിനെ കൂട്ടിക്കൊണ്ടുവാ. ആടിനെ പട്ടിയാക്കുന്ന വിദ്യ നിനക്കറിയുമായിരിക്കും. പക്ഷെ കനത്തിൽ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള വിദ്യ എനിക്കും അറിയാം. ഇപ്പൊ പൊട്ടിക്കണ്ട, മാഡത്തിന്റെ മുമ്പിൽ വെച്ച് പൊട്ടിക്കാം. നമ്മളെ സെക്യൂരിറ്റി പണി ഏൽപ്പിച്ചത് വെറുതെ ആയില്ലെന്ന് മാഡത്തിന് മനസ്സിലാവുമല്ലോ. പോയി മാഡത്തിനെ കൂട്ടിക്കൊണ്ടുവാ. ഇവിടെ രക്ഷപ്പെടാതെ നോക്കണം. വിടാനില്ലേ പറഞ്ഞ്? ഇവൾ അനങ്ങില്ല. അനങ്ങി മാഡം വരുന്നതിന് മുൻപ് തന്നെ ഇവളുടെ കരണക്കുറ്റിക്ക് എന്റെ കൈ വീഴും. മാഡത്തിനോട് പറഞ്ഞോ, മാഡം എന്റെ കഴുത്ത് വെട്ടിക്കളയൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. ഋതികയോട് കോർത്തോർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പണി കിട്ടിയിട്ടുണ്ട്. ഭീഷണിയാണോ? അല്ല, മുന്നറിയിപ്പ് തന്നതാ. ഋതിക ആളിത്തിരി പെശക. വിടടി. മരുന്നിന് പോലും കുറ്റബോധമില്ല ആ വൃത്തികെട്ടവൾക്ക്. ഇത് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. വാ, നമുക്ക് മാഡത്തിനെ അറിയിക്കാം. മാഡം നല്ല ഉറക്കമായിരിക്കും. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഈ കാര്യം അറിയിച്ചാ മാഡം ടെൻഷനോ. നേരം വെളുക്കട്ടെ, എന്നിട്ട് പറയാം. നേരം വെളുക്കാറായി. കുറച്ച് സമയം കിടന്നില്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. വാ, പോയി കിടക്കാം. നിന്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്. പറഞ്ഞത് കേട്ടില്ലേ? പോയി പാക്ക് ചെയ്യാൻ. 15 മിനിറ്റ്. അതിനുള്ളിൽ നീ ഈ ഹോസ്റ്റൽ വിട്ട് പോയിരിക്കണം. മാം, ഋതികയെ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിടുവാണോ? ഞാൻ പറയുന്നത് കേട്ടിട്ട് നിനക്ക് എന്താ തോന്നിയത്? ഋതിക എന്ത് തെറ്റ് ചെയ്തിട്ടാ മാഡം ഇവളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നത്? ഇന്നലെ രാത്രി ഇവൾ എവിടെയായിരുന്നു? ഇവളോട് ചോദിച്ചു നോക്ക്. ഞാനിവിടെ ഉണ്ടായിരുന്നു മാഡം. ഇന്നലെ രാത്രി നീ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നാണോ പറയുന്നത്? ഉണ്ടായിരുന്നു മാഡം, സത്യമായിട്ടും ഉണ്ടായിരുന്നു. രാത്രി സമയത്ത് മാഡം ആരെയും പുറത്തേക്ക് വിടില്ലെന്ന് എനിക്കറിയില്ലേ. ഫോണിൽ ഒരു സിനിമയും കണ്ട് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിർത്ത്. ഞാനൊരു വെട്ടിയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? തെറ്റ് ചെയ്യുക, എന്നിട്ടത് മറച്ചു പിടിക്കാൻ ഒന്നിനു പിറകെ ഒന്നായി കള്ളങ്ങൾ പറയുക. നിന്നെപ്പോലെ കുറെ എണ്ണത്തിനെ ഞാൻ മേച്ചിട്ടുണ്ട്. അത് നീ മനസ്സിലാക്കിക്കോ. ഞാൻ എന്തിനാ മേഡത്തിനോട് കള്ളം പറയുന്നത്? എന്നോടും മുക്തയോടും ഡയാനയോടും ശത്രുതയുള്ള ചിലരി ഹോസ്റ്റലിലുണ്ട് മേഡം. ഞാൻ പുറത്തു പോകുന്നത് കണ്ടെന്ന് അവരാരെങ്കിലും മേഡത്തിനോട് കള്ളം പറഞ്ഞിട്ടുണ്ടാവും.